ഹലോ ഗൈസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. രാവിലെ ഒരു ചൂരമീൻ്റെ തല കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ പഴങ്കഞ്ഞി ഇരിപ്പുണ്ട്. അതുകൊണ്ട് പഴങ്കഞ്ഞി വിത്ത് തലക്കറി. ഓക്കെ, ലെറ്റ്സ് ഗോ. നല്ല കട്ടിയുണ്ട് സംഭവം. കട്ട് ചെയ്ത് തലക്കറിയുടെ പീസ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണം. ആ മീനൊക്കെ ഇപ്പം കഴുകി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഉള്ളി, തക്കാളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ ഇത് ചേർക്കണം. ഈ തക്കാളിയും ഈ മുളക്, ഇഞ്ചി ഇത് മൂന്നും ഇവിടെ പിടിച്ചതാണ് കേട്ടോ. പിന്നെ തേങ്ങ. നമ്മളുടെ അരപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ അതേപോലെ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അടച്ചു വയ്ക്കാം. ഈ ഒരു തീരുന്ന വേറെ പറയുന്നത്. അങ്ങനെ നമ്മുടെ ചൂര തലക്കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, ചിലപ്പോൾ അടി പിടിച്ചാലോ. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. നല്ല വൃത്തിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ തലക്കറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇടാം. പച്ച വെളിച്ചെണ്ണയാണ് നമ്മുടെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ തലക്കറി റെഡി ആയിരിക്കുകയാണ്. കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു ടേസ്റ്റ്. ഞാൻ വെച്ചായതുകൊണ്ട് പറയുമല്ലോ, എന്തായാലും കൊള്ളാം. ഓക്കെ, ഇനി ഞാനിപ്പം പഴങ്കഞ്ഞി സെറ്റ് ചെയ്യുവാണ്. ഞാൻ പഴങ്കഞ്ഞി കണ്ടിട്ടാണ് രാവിലെ തലക്കറി വെച്ചത്. തൈര് ഒഴിക്കും. ഇന്നലത്തെ ചോറുണ്ട്. കുറച്ച് തൈരൊക്കെ ഒഴിക്കും. ഇനി നല്ല നാടൻ കാന്താരി ഉള്ളിയും കൂടെ ഉണ്ടായിരുന്നു. നല്ല നാടൻ കാന്താരിയാണ്. ഓക്കെ, നോക്കാം. എനിക്ക് മീൻകറി ഇതിൽ തന്നെ ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ഇന്നലത്തെ നല്ല കുടമ്പളി ഇട്ട നല്ല ചൂരക്കറി ഉണ്ട്. അത് കുറച്ച് ഒഴിക്കാം. നല്ല അടിപൊളി ചൂരക്കറിയാണ്. ഇന്നായപ്പോൾ നല്ല ടേസ്റ്റ് ആയി കാണും. ടേസ്റ്റ് കൂടി കാണും. ചൂരക്കറി നല്ല ആവശ്യത്തിന് വെച്ചു. ഓക്കെ, ഇനി നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. അത് കുറച്ച് കഴിക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മുളക് കൂടെ എടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഇളക്കാം. നല്ല അടിപൊളി പഴങ്കഞ്ഞി. കുറേ നാളായി ഞാൻ പഴങ്കഞ്ഞി കുടിച്ചിട്ട്. പഴങ്കഞ്ഞിയുടെ കൂടെ ഈ തലക്കറിയാണ് കറി. ഈ തലക്കറി ആവശ്യത്തിന് നല്ല തലക്കറി. ഓക്കെ, ഞാനെന്തായാലും പഴങ്കഞ്ഞി കഴിക്കുവാണ്. എനിക്ക് അടുക്കള ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്.